ഇന്ത്യൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ നടപടി. സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരാണ് ഈ നടപടി ആരംഭിച്ചത്. ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ കനാലുകൾ പണിത് ജലം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് കൊണ്ടുപോകാൻ കനാൽ നിർമ്മിക്കും. ആദ്യഘട്ടത്തിൽ ജലം രാജസ്ഥാനിലെ ശ്രീഗംഗാ നഗറിൽ എത്തിക്കാനുള്ള കനാലാണ് നിർമ്മിക്കുക. 130 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലായിരിക്കും ഇതിനായി നിർമ്മിക്കുന്നത്. 3 വർഷമാണ് കനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി. എന്നാൽ 2 വർഷത്തിനുള്ളിൽ തന്നെ കനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. 2ാം ഘട്ടമെന്ന നിലയിലാണ് ഈ ജലം യമുന നദിയിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി 70 കിലോമീറ്റർ നീളമുള്ള കനാലാണ് നിർമ്മിക്കാൻ പോകുന്നത്. ജലം യമുനയിൽ എത്തുന്നതോടെ ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലേക്കും ബിയാസിലെ ജലമൊഴുകും. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. അടുത്തിടെ സിന്ധു നദീ കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ എല്ലാ ആശങ്കകളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് നൽകിയിരുന്നു. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിനാണ് കത്ത് കൈമാറിയത്. ഇതേ അപേക്ഷയുമായി പാകിസ്ഥാൻ നേരത്തെ നൽകിയ 2 കത്തുകൾ ഇന്ത്യ തള്ളിയിരുന്നു. പാകിസ്ഥാൻ കൈമാറിയ പുതിയ കത്ത് ജൽശക്തി മന്ത്രാലയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടും പാകിസ്ഥാൻ കേന്ദ്ര സർക്കാരിന് കത്തുകൾ അയച്ചു. പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി സെയ്ദ് അലി മുർത്താസ ജലശക്തി മന്ത്രാലയത്തിനയച്ച കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് ഫോർവേഡ് ചെയ്തെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കടുത്ത ജലപ്രതിസന്ധിയിലേക്ക് കടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് തുടർച്ചയായി കത്തയക്കുന്നത്. എന്നാൽ കരാർ റദ്ദാക്കിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയാണ് പലപ്പോഴായി ഇന്ത്യ നൽകിയിട്ടുള്ളത്. ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി മറ്റ് ചർച്ചകളില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി മോദി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വ്യക്തമാക്കിയിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം തടയാനുള്ള ശക്തമായ നടപടി പാകിസ്ഥാൻ സ്വീകരിച്ചെന്നുറപ്പാക്കിയ ശേഷമേ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി ചർച്ചയുണ്ടാകൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരുന്നു. സിന്ധു നദി പാകിസ്ഥാന്റെ ജീവരേഖയാണെന്നും നീരൊഴുക്ക് കുറഞ്ഞാൽ പാകിസ്ഥാൻ ജനതയ്ക്ക് കൃഷി നടത്താനാകാതെ പട്ടിണി മരണം സംഭവിക്കുമെന്നും പ്രതിപക്ഷ കക്ഷികൾ പാകിസ്ഥാൻ പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സിന്ധു നദീ വ്യവസ്ഥയിലെ 6 നദികളിൽ ജലത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിൽ 1960 ഒപ്പുവെച്ച കരാറാണ് ഇന്ത്യ റദ്ദാക്കിയത്. നേരത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ വേനൽക്കാല കൃഷി വിളയിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെ സിന്ധു നദീതടത്തിൽ കടുത്ത ജലക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട് വന്നിരുന്നു. സിന്ധു നദിയിലെ തർബേല, ഝലം നദിയിലെ മംഗള അണക്കെട്ടുകളിൽ ജലനിരപ്പ് വളരെ താഴ്ന്ന നിലയിലാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നദീജലം തടഞ്ഞതോടെ ചെനാബിലെ നീരൊഴുക്കും വൻതോതിൽ കുറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.